നമസ്കാരം. ഫണ്ട് പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം വരാനിരിക്കുന്ന ബജറ്റ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരും. ഫെബ്രുവരി 1 ബജറ്റ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. അപ്പോൾ അതില് പ്രയോജനങ്ങൾ ലഭിക്കാവുന്ന ചില മേഖലകൾ, ചില സെക്ടറുകൾ, അപ്പൊ അതുകൊണ്ട് ആ സെക്ടറിലെ ചില കമ്പനികളുടെ ഉദാഹരണങ്ങൾ, ഇവയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രതിപാദന വിഷയം. പ്രയോജനം ലഭിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹോട്ടൽ ബിസിനസ്സും പിന്നെ അലൈഡ് ബിസിനസ്സും. അത് രണ്ട് തരത്തിലാണ് നമുക്ക് ബജറ്റിൻ്റെ അകത്ത് നോക്കി കാണാൻ പറ്റുന്നത് ഒരു സാധ്യതകൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ GST കൺസ്ട്രക്ഷൻ വ്യവസായത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അങ്ങനെയുള്ളതൊന്നും കൊടുക്കാറില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ കൺസ്ട്രക്ഷൻ നടത്തുകയാണ്, ഹോട്ടൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്, ഒരു ഹോട്ടൽ ബിസിനസ് നടത്താൻ വേണ്ടി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നും ഇന്നത്തെ GST നിയമങ്ങളനുസരിച്ച് ലഭിക്കില്ല. പക്ഷേ ഏറെക്കാലമായിട്ടുള്ള ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരുടെ ഒരാവശ്യമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ കൂടി കണക്കിലെടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടായേക്കാം, ഈ ഒരു ബജറ്റിൽ ഉണ്ടായേക്കാം എന്ന് കരുതുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഹോസ്പിറ്റൽ ബിസിനസ്സാണ്, വെൽനസ് ബിസിനസ്സാണ്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ബിസിനസ്സിനും ഇതേപോലെ തന്നെയുള്ള കൺസ്ട്രക്ഷൻ്റെ മുകളിലുള്ള ഒരു GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിന് ഉള്ളതുപോലെ, ഹോട്ടൽ വ്യവസായത്തിനുള്ളതുപോലെ അത് ഇത്തവണ തന്നെ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി കണ്ടറിയണം. അഥവാ ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ബിസിനസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അപ്പോളോ തന്നെയായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, വലിയൊരു ക്യാപെക്സ് സ്പെൻഡിങ്, ഏകദേശം 800 മില്യന് തത്തുല്യമായിട്ടുള്ള ഒരു ക്യാപെക്സ് സ്പെൻഡിങ് പൈപ്പ് ലൈനിലുണ്ട് എന്നുള്ളത് തന്നെ. കമ്മീഷൻ ചെയ്യാൻ പോകുന്ന അപ്പോളോയുടെ പല ഹോസ്പിറ്റൽസും ബെഡ് എക്സ്പാൻഷനും ഒക്കെ 2026-28 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ് ഈ വർഷം പ്രഖ്യാപിച്ചാൽ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മൂന്നാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് ഡിജിറ്റൽ വെർച്വൽ അസറ്റ്സ് ആണ് എന്ന് പറഞ്ഞു വരുമ്പോൾ ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികൾ. അപ്പോൾ അടുത്ത കാലമൊന്നല്ല, ഇതുവരെ ഇന്ത്യ ഗവൺമെന്റ് ഡിജിറ്റൽ വെർച്വൽ അസറ്റ്സുകളെ ഒരു റെക്കഗ്നൈസ്ഡ് ഡിജിറ്റൽ ക്ലാസ് ആയിട്ട് കണക്കാക്കിയിട്ടില്ല, അസറ്റ് ക്ലാസ് ആയിട്ട് കണക്കാക്കിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ ഇവിടെ ട്രാൻസാക്ഷൻ മോശമില്ലാതെ നടക്കുന്നത് കൊണ്ട് എന്ത് കാര്യം നടന്നാലും നമുക്ക് കുറച്ച് പണം ലഭിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് 30% ടാക്സ് ബ്രാക്കറ്റിൽ കൊണ്ടുവന്നിരുന്നു. അത് ലാഭത്തിന്റെ 30% ടാക്സ് ബ്രാക്കറ്റും അതേപോലെ തന്നെ 1% TDS. അപ്പോൾ ഇതുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡ്, വെർച്വൽ അസറ്റ് ട്രേഡ് ഇന്ത്യയിൽ നടത്തി കഴിഞ്ഞാൽ സത്യത്തിൽ വലിയ ലാഭമൊന്നും ആർക്കും ഉണ്ടാകില്ല, നിയമപ്രകാരം ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ നടത്തുന്ന ലാഭകരമായിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഒക്കെ 30% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. നഷ്ടത്തിലുള്ളത് അതിൻ്റെ അകത്ത് ഓഫ്സെറ്റ് ചെയ്യുകയില്ല. സ്റ്റോക്ക് മാർക്കറ്റ് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു വർഷമുള്ള മൊത്തം ലാഭത്തിൽ നിന്നും നഷ്ടം തട്ടിക്കഴിച്ചുള്ള എമൗണ്ട് മാത്രമേ ലാഭകരമായിട്ട് കണക്കാക്കുകയുള്ളൂ. അതിന് മാത്രം നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. LTCG ആണെങ്കിൽ ശരി, STCG ആണെങ്കിൽ ശരി. അതും ഈ 30%-ഓളം ഒരു തരത്തിലുള്ള ടാക്സും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു ബജറ്റിന്റെ അകത്ത് ഡിജിറ്റൽ വെർച്വൽ അസറ്റ് അവയ്ക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ടാക്സ് ബ്രാക്കറ്റും അതിനൊന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കുറച്ച് നിർദ്ദേശങ്ങൾ പല വിദഗ്ധരും പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിനും Web3 സ്റ്റാർട്ടപ്പുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും, AI-യിൽ നിന്നും മാത്രം ജനറേറ്റ് ചെയ്യുന്ന ലാഭത്തിന് അതെങ്ങനെ ടാക്സ് ചെയ്യാമെന്നുള്ള ഒരു ഗൈഡ് ലൈൻസും ഇവയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന പല കമ്പനികളും, പ്ലാറ്റ്ഫോം പ്രൊവൈഡർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനികളോ ആയിട്ടുള്ള HCL ഒക്കെ പോലെയുള്ളവർക്ക് അവർക്ക് മോശമില്ലാത്ത ഒരു ബൂസ്റ്റ് ആയിരിക്കും, പുഷായിരിക്കും. പക്ഷെ ഇത് ലോങ് ടേമിലേക്ക് ആർക്കും വലിയ ലാഭം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ ആ ഒരു ബജറ്റ് ദിനം ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ കുറച്ച് മുകളിലേക്ക് പോകാൻ, സെന്റിമെന്റിനെ ബേസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ് ആൻഡ് സ്കിൻ കെയർ ആണ്. അപ്പോൾ ഇന്നത്തെ രീതിയിൽ ഇവയ്ക്ക് 18% ടാക്സ് ചെയ്തിരിക്കുന്നത്. അത് 12% താഴ്ത്താനുള്ള വളരെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും നൈക്കിയോ അല്ലെങ്കിൽ മാമാഅർത്തിന്റെ പാരന്റ് കമ്പനി ലാക്മേ മുതലായവയെല്ലാം ഒരു വലിയൊരു കുതിച്ചുചാട്ടം ബജറ്റിന്റെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി സെക്ടർ എക്സ്പോർട്ട് 2026 ആകുമ്പോഴത്തേനും ഡബിൾ ചെയ്യണമെന്നാണ് നീതി ആയോഗിന്റെ പ്രൊജക്ഷൻസിന്റെ അകത്ത് പറയപ്പെടുന്നത്. അപ്പൊ അതുപോലെ ഡബിൾ ചെയ്യണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഉത്തേജനം നൽകേണ്ടത് ആവശ്യമാണ്. അപ്പം ഇതും നമ്മൾ ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ മാനുഫാക്ചറിംഗ് ആണ്, ESDM. നമുക്കറിയുന്ന പോലെ തന്നെ ഇതിനു മുമ്പ്
ഒന്ന് രണ്ട് PLI ഒക്കെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒന്നും ഡിസ്പേഴ്സൽ നടന്നിട്ടില്ല, ക്ലെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഡിക്സൺ ഒക്കെ ക്ലെയിം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ അതിന് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഏകദേശം 800 ബില്യന്റെ US ഡോളറിന്റെ ഒരു ആനുവൽ റവന്യൂ 2028 ആകുമ്പോഴേക്കും ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു സെക്ടറിൽ നിന്നും ESDM സെക്ടറിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു PLIയുടെ ഒരു പുഷ് ഇല്ലാതെ എത്രത്തോളം ഇത് പ്രാവർത്തികമാകുമെന്നുള്ളത് വലിയൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും പോസിറ്റീവായിട്ട് പൈപ്പ് ലൈനിലുള്ള കുറെ നിക്ഷേപങ്ങൾ, അഥവാ ഇന്ത്യനെ കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങളായിട്ട് ESDM സെക്ടറിന്റെ അകത്ത് പലരും ആഗോള കമ്പനികൾ ഉൾപ്പെടെ ഒരു ഇലക്ട്രോണിക് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിനുള്ള ഒരു മേഖലയായിട്ട് ഒരു രാജ്യമായിട്ട് കാണാൻ തുടങ്ങി എന്നുള്ളത് ചിലപ്പോൾ PLI വല്ലതും പിന്നോക്കം വലിക്കുമോ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു PLIയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിലുള്ള എന്തെങ്കിലും ഒരു ഇൻസെന്റീവ്സോ ഒക്കെ നമ്മൾ ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കെയ്ൻസോ അല്ലെങ്കിൽ ഡിക്സണോ പോലത്തെ കമ്പനികൾക്കൊക്കെ ആ ഒരു ബജറ്റ് ദിനവും പിന്നത്തെ 1-2 ദിവസങ്ങളിലേക്കുള്ള ഒരു ഉണർവും ഉണ്ടാകുമെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. നാലാമത്തെ ഒരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി സ്റ്റോറേജ് സെക്ടേഴ്സ് ആണ്, ബാറ്ററി സ്റ്റോറേജ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് EV സെക്ടറിന് വല്ലതും ലഭിക്കുമോ എന്നുള്ളത്. EV സെക്ടറിന് കാര്യമായിട്ട് എന്തെങ്കിലും ഇത്തവണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ EVയുടെ അലൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടുള്ള ബാറ്ററി സ്വാപ്പിങ്ങോ അതുപോലെയൊക്കെ ഉള്ളതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പോളിസീസോ ഗൈഡ് ലൈൻസോ ഒരു പുഷോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചേഴ്സിന് വലിയൊരു ഗുണം ഈ ഒരു ബജറ്റിന്റെ അകത്ത് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ലഭിക്കുമെന്ന് കരുതുന്നില്ല. പക്ഷേ എനർജി സ്റ്റോറേജ് സെക്ടേഴ്സിന്റെ അകത്ത് ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. ടാറ്റ പവർ ആകട്ടെ, അല്ലെങ്കിൽ JSW ആകട്ടെ, അമർരാജ് ആകട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാന മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് സ്കില്ലിംഗ് ആണ്. അപ്പൊ യൂത്ത് സ്കില്ലിങ്ങിന്റെ അകത്ത് പ്രത്യേകിച്ച് AI ഡാറ്റാ സയൻസ് സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ച് ഇൻസെന്റീവ്സ് ഒക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ ഒരു ബജറ്റിന്റെ അകത്ത് വരുമെന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പൊ അത് ഇൻസെന്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഹയർ ആൻഡ് വാല്യൂ ബേസ്ഡ് കോഴ്സുകൾ, അവയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന NBFCs, അതായത് എഡ്യൂക്കേഷൻ ലോൺസ് ഫണ്ട് ചെയ്യുന്ന NBFC ആകട്ടെ അല്ലെങ്കിൽ ബാങ്കുകളാകട്ടെ, അവയ്ക്കുള്ള ഒരു ടാക്സ് സബ്സിഡി അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പല ട്രെയിനിങ് കമ്പനികളൊക്കെ ക്യൂസ് കോർപ്പൊക്കെ പോലെയുള്ള ഒരു സ്റ്റാഫിംഗ് സൊല്യൂഷൻ ഉള്ളവർ അവരുൾപ്പെടെ ആ ഒരു കമ്പനികൾക്കൊക്കെ ഒരു ഉത്തേജനവും ഉണർവും ഉണ്ടോ എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. NIT ഒക്കെ അതിന്റെ ഒരു ബെനിഫിഷ്യറി ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പലരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ഗ്രീൻ എനർജിക്ക് എന്തെങ്കിലും ഒരു പുഷ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ രീതിയിൽ ഗ്രീൻ എനർജിക്ക് എന്തെങ്കിലും ഒരു പുഷ് ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. മാക്സിമം എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുള്ളത് വല്ല അലൈഡ് കോമ്പണൻസ് ആയിട്ടുള്ള ഗ്ലാസിനൊക്കെ എന്തെങ്കിലും ലഭിച്ചാലേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ബോറസിൽ റിന്യൂവബിൾ ഒക്കെ പോലെ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ്, ഗ്ലാസിനൊക്കെ ഉള്ള ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് കട്ടോ PLI ഒക്കെ എന്തെങ്കിലും പ്രഖ്യാപിക്കാം. അതും വിദൂര സാധ്യതകൾ മാത്രമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ വിഭാവനം ചെയ്തതിനേക്കാളും 2022-21 കാലങ്ങളിൽ വിഭാവനം ചെയ്തതിനേക്കാളും സൗരോർജ്ജ ഉത്പാദനത്തിൽ ഇന്ത്യ എന്തുകൊണ്ടും മുകളിലേക്ക് പോയി. നല്ലത് തന്നെ. നീതി ആയോഗിന്റെയും അതുപോലെ തന്നെ EYയുടെ റീസെന്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് കാണുന്നത് ഗവൺമെന്റ് ഇക്കാര്യത്തിന്റെ അകത്ത് വളരെയധികം സംതൃപ്തരാണെന്ന് തന്നെയാണ്. അങ്ങനെ സംതൃപ്തിയും ലക്ഷ്യങ്ങളും നേടിയെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു സബ്സിഡിയൊക്കെ വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു ആവശ്യമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ നെറ്റ് ബില്ലിങ്ങിന്റെ അകത്ത് നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള മാൻഡേറ്റ് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി ഒക്കെ കൊടുത്തിരിക്കുന്നത് പോലെ, അപ്പൊ ഇത്രയും കാലം ഈ ഗാർഹിക ഉപഭോക്താക്കൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോളാർ പാനൽസ് അവയെല്ലാം ഈ പടിപടിയായിട്ട് മറ്റ് നെറ്റ് റീഡിങ്ങിലേക്കൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് അതിനകത്തേക്കുള്ള ഇൻസെന്റീവ്സോ ഫണ്ട് അലൊക്കേഷനോ സബ്സിഡിയൊക്കെ കുറയ്ക്കാനുള്ള സാധ്യതയാണ് മുമ്പിൽ കാണുന്നത്. അതിനകത്ത് കുറ്റം പറയാനുമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ രീതിയിൽ നമുക്ക് നോക്കി കാണാൻ കഴിയുന്ന ഒരു കാര്യം ബജറ്റിൽ. അപ്പൊ ഇതിനേക്കാളും വളരെ കൂടുതലൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് നിർമ്മലാ സീതാരാമന്റെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തൊന്നും ഇലക്ഷൻ വന്നിട്ട് പടിവാതിക്കൽ നിൽക്കുന്നുമില്ല. ഗവൺമെന്റിന്റെ റവന്യൂ കളക്ഷൻസ് ഒന്നും അത്ര ഒരു സാറ്റിസ്ഫാക്ടറി അല്ല. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു വാഗ്ദാനങ്ങളൊക്കെ നൽകാൻ സാധ്യത വളരെ കുറവാണ്. ഈ സെക്ടർ കൂടാതെ കഴിഞ്ഞ വർഷത്തെ വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ച പോലെ ചില സെക്ടേഴ്സ്, ഉദാഹരണമായിട്ട് ചെമ്മീൻ കൃഷിയൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ആന്ധ്രയിലെ ചെമ്മീൻ കൃഷിക്ക് അതുകൊണ്ട് വളരെയധികം ഗുണം കിട്ടിയെന്നുള്ളത് വേറൊരു കാര്യം പല കമ്പനികൾക്കും. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു കമ്പനികളുടെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലെ വില മുകളിലേക്ക് ദീർഘകാലത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഈ പറഞ്ഞ സെന്റിമെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ആ ഒരു ബജറ്റ് ദിവസം ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് അവ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരുന്ന ബെനിഫിറ്റ് ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് സെന്റിമെന്റ്സ് നമ്മൾ മാർക്കറ്റിൽ എൻകാഷ് ചെയ്യാൻ നോക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. അതിന് പകരം പലരും ചെയ്യാറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബജറ്റ് നിർദ്ദേശങ്ങൾ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെക്ടറിൽ ആ ഒരു ദിവസം പോയി വാങ്ങിക്കുക എന്നുള്ളതാണ്.
ഈ ഒരു ബജറ്റ് നിർദ്ദേശങ്ങൾ നല്ലതാണ്, പക്ഷെ അവയുടെ ബെനിഫിറ്റ്സ്, അതിന്റെ പ്രോഫിറ്റ് റിയലൈസേഷൻ അത് നമ്മുടെ ബുക്സിന്റെ അകത്ത് റിഫ്ലക്ട് ചെയ്ത് വരണമെങ്കിൽ പിന്നെയും 1-2 വർഷങ്ങൾ എടുക്കും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബജറ്റ് ദിനം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്റ്റോക്കൊക്കെ ഉണ്ട്, അത് മുകളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് അതേ നിലയിൽ തന്നെ അന്നൊരു 5% കയറിയാൽ വീണ്ടും എല്ലാ ദിവസവും 5% കയറി മുകളിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും വെച്ചു പുലർത്തുക. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു സത്യം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.